ഗസയിൽ 2 വർഷമായി ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയെന്ന് ഖത്തർ അമീർ. ഫലസ്തീൻ ജനതയുടെ ദുരിതത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയാത്തത് ദൗർഭാഗ്യകരമാണെന്നും അമീർ പറഞ്ഞു. ഖത്തറിലെ ഷൂറ കൌൺസിലിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടക്കം തൊട്ട് തന്നെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടൊന്നും യാതൊരുവിധ ഫലവും ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഖത്തർ അമീറിന്റെ പ്രസ്താവന എവിടെയായിരുന്നു? എന്താണ് അദ്ദേഹം പറയുന്നത്? വിവരങ്ങൾ. ഖത്തറിന്റെ ലെജിസ്ലേറ്റീവ് അതോറിറ്റിയായ ഖത്തർ ഷൂറ കൗൺസിലിന്റെ യോഗത്തിലാണ്, അതിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് ഇസ്രായേലിനെതിരെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ആഞ്ഞടിക്കുന്ന പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ നടത്തിയത്. അദ്ദേഹം രണ്ട് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ രണ്ട് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഒന്ന് ഗസയെക്കുറിച്ചിട്ടാണ്, മറ്റൊന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക അതുപോലെ ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്. ഇവിടെ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ സർവ്വതല സ്പർശിയായ ആഗോളതലത്തിലുള്ള വിഷയങ്ങളും ഗസ അടക്കമുള്ള വിഷയങ്ങളും അതുപോലെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളും ഉൾപ്പെട്ട ഒരു സർവ്വതല സ്പർശിയായ പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് ഷൂറ കൗൺസിലിൻ്റെ ഉദ്ഘാടന സെഷനിൽ അദ്ദേഹം സംസാരിച്ചത്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഗസയിൽ നടത്തുന്നത്, ഇസ്രായേൽ 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വംശഹത്യ തന്നെയാണ്. അതുതന്നെയാണ് അതിനെ പേരിട്ട് വിളിക്കേണ്ടത്. ഈ തുടർച്ചയായ നിയമലംഘനങ്ങളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന്, അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ ഫലസ്തീനികളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ് എന്നുകൂടി ഖത്തർ അമീർ പറയുന്നുണ്ട്. ഇതോടുകൂടെ തന്നെ ഗസയെ വാസയോഗ്യമല്ലാതാക്കി മാറ്റി ഇസ്രായേൽ എന്ന് പറയുന്ന അദ്ദേഹം ഭീകരവാദം മാത്രമല്ല ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, അത് അധിനിവേശം കൂടിയാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഒരു പ്രതീക്ഷ നിറഞ്ഞൊരു വാക്കുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. UN ഏകദേശം 150ഓളം രാഷ്ട്രങ്ങൾ ഖത്തറിൻ്റെ സ്വതന്ത്ര ഫലസ്തീൻ്റെ അംഗീകാരത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയുണ്ടായി. അത് നിർണായകമായ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള നിർണായകമായ ചുവടുവെപ്പായി അത് മാറുമെന്ന് ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ മധ്യസ്ഥത നിന്നു എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ തൻ്റെ രാജ്യം ആക്രമിക്കപ്പെട്ടു എന്നതിൻ്റെ വ്യഥയും സങ്കടവും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ ആ വെല്ലുവിളിയെല്ലാം ഖത്തർ അതിജീവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജ്യം നേടിയ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയും അതുപോലെ മനുഷ്യ വിഭവശേഷി മേഖലയിലും ഖത്തർ നേടിയിട്ടുള്ള മുന്നേറ്റങ്ങളെ, വളർച്ചയെ അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ടായി. അഥവാ 2024 ഖത്തറിൻ്റെ GDP മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 2.4% വളർച്ച കൈവരിച്ചു എന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അതുമാത്രമല്ല, ഈ വർഷം 2ാം പാദത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച 1.9% വളർച്ച കൈവരിച്ചു എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എണ്ണ ഇതര മേഖലയിൽ രാജ്യത്തിൻ്റെ കുതിപ്പുണ്ടായി. മനുഷ്യ വിഭവശേഷിയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നിങ്ങനെ പറയുന്ന പ്രസംഗം അവസാനിപ്പിക്കുന്നത്, നമ്മൾ അനുഗ്രഹങ്ങൾ നിറഞ്ഞവരാണ് ഈ രാജ്യം, അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖത്തർ അമീറിൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഏതായാലും ഈ വൈദേശികമായി അതുപോലെ ആഭ്യന്തര തലത്തിൽ, ആരോഗ്യ മേഖലയിൽ, മനുഷ്യ വിഭവശേഷിയിൽ ഇങ്ങനെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ, അതോടൊപ്പം ശുഭപ്രതീക്ഷ നിറഞ്ഞ വർത്തമാനങ്ങൾ, ഇതെല്ലാം പങ്കുവച്ചുകൊണ്ടുള്ള വളരെ സർവ്വതല സ്പർശിയായ ഒരു പ്രസംഗമാണ് ഇന്നത്തെ ഷൂറ കൗൺസിലിന്റെ ഉദ്ഘാടന വേളയിൽ ഖത്തർ അമീർ നടത്തിയത്. അമൃത. ശരി, മുഹമ്മദ് അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്.